കോഴിക്കോട് ബഡ് റോഡ് ബീച്ചിലെ ഉന്തുവണ്ടി തൊഴിലാളികളുടെ അന്നം മുടക്കി CITU. ലൈസൻസ് ഇല്ലാതെ ഉന്തുവണ്ടികൾ പ്രവർത്തിക്കുന്നത് CITUവിന്റെ നേതൃത്വത്തിലാണെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. കോഴിക്കോട് ബഡ് റോഡ് ബീച്ചിൽ 24 ഉന്തുവണ്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് കോർപ്പറേഷൻ നൽകിയത്. എന്നാൽ നിലവിൽ അനധികൃതമായി നിരവധി ഉന്തുവണ്ടികൾ CITUവിന്റെ സഹായത്തോടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പ്രദേശത്തെ ലൈസൻസ് ഉള്ള ഉന്തുവണ്ടി തൊഴിലാളികളുടെ പരാതി. സംഭവത്തിൽ തൊഴിലാളികൾ ചേർന്ന് കോഴിക്കോട് കോർപ്പറേഷനിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഞങ്ങളൊക്കെ CIT തന്നെ ആയിരുന്നു. എല്ലാവരും CITക്ക് മീറ്റിങ്ങിലും ഇതൊക്കെ പരാതി പറയുമ്പോൾ ഞങ്ങളെ കാര്യം ഇവിടുത്തെ ബട്ടോറിൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കുന്നുള്ള ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് ജില്ലാ സെക്രട്ടറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. ആ ഈ വോയിസ് ഞങ്ങളെ കയ്യിലുണ്ട്. അപ്പോൾ ഈ എന്തെങ്കിലും പരാതി പറയുമ്പോൾ ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന രീതിയിലും അവരെ തെറി വിളിച്ചിട്ടും അവർ ഭീഷണിപ്പെടുത്തിയിട്ടുമുള്ള സമീപനമാണ് CIT ജില്ലാ സെക്രട്ടറി പ്രബീഷ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഇവിടെ കൂടുതൽ വഷളാക്കിയത്. CITUവിന്റെ ഇടപെടൽ മൂലമാണ് അനധികൃത ഉന്തുവണ്ടികൾക്കെതിരായ നടപടി ഉണ്ടാകാത്തതെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ഇപ്പോൾ പുതിയ കൺവീനർ വന്നപ്പോൾ ഇതിന് പുതിയ മെമ്പർഷിപ്പ് വരെ കൊടുക്കുക, ഈ ഗ്യാപ്പിലൊക്കെ കൊണ്ട് വണ്ടി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെപ്പോലത്തെ ബുദ്ധിമുട്ടിക്കുക. രാവിലെ മെമ്പർഷിപ്പ് എടുക്കുന്ന രാത്രി ഒരു വണ്ടി കൊണ്ടുവന്നിടുകയാണ്. വണ്ടി കൊണ്ടുവന്ന് ഇടുകയെന്ന് മാത്രമല്ല, ഓരോ ദിവസം തോറും വണ്ടി റോഡിൻ്റെ മുകളിലേക്ക് കയറി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ 2 വണ്ടിക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുക. ആ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കൺവീനറോട് സംസാരിച്ചപ്പോൾ കൺവീനർ അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഞങ്ങൾ എത്രയോ പ്രാവശ്യം പോയിട്ട് പറഞ്ഞ് നിങ്ങളെ യൂണിയൻ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ വേറെ ആൾക്കാർ ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരാതി കൺവീനർ എടുത്ത് കൊടുക്കുമ്പോൾ കൺവീനർ ഞങ്ങളടുത്ത് പറഞ്ഞ വാക്കാണത്. CITUവിൽ അംഗമായിരുന്ന 10ഓളം തൊഴിലാളികൾ ഇതിൽ പ്രതിഷേധിച്ച് CITU അംഗത്വം രാജിവെക്കുകയും ചെയ്തിരുന്നു. അനധികൃത ഉന്തുവണ്ടികൾ നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തൊഴിലാളികളുടെ നീക്കം. ജനം, കോഴിക്കോട്.